Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓയിൽ ടാങ്ക് എന്ന ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിനായി നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കമൻറ്റ് പാനലിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓയിൽ ടാങ്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്കിത് സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് 4 വ്യൂവും സൂം ആയിട്ട് കാണാൻ പറ്റും. അതായത് 4 വ്യൂ പോർട്ടിലും സൂം ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് കൂട്ടാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ക്യാപ്പ് ഹൈറ്റ് ക്യാപ്പ് ഹൈറ്റ് കൂട്ടുമ്പോൾ കണ്ട ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹൈറ്റ്, ഇതാണ് ക്യാപ്പ് ഹൈറ്റ്. ഈ ടോപ്പ് പോർഷനിലും ഈ ബോട്ടം പോർഷനിലുള്ള 2 ക്യാപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. അതിന്റെ ഹൈറ്റ് സെപ്പറേറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കൂട്ടാം. ക്യാപ്പ് ഹൈറ്റ് മാക്സിമം നമുക്ക് ഇത്ര ഇപ്പോൾ കൂട്ടാൻ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അതിന് മാക്സിമം നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഹൈറ്റ് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഓവറോൾ ഹൈറ്റ് ആണ്. ഓവറോൾ ഹൈറ്റ് പറഞ്ഞാൽ ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് ഈ ടോപ്പ് പോയിന്റ് ബോട്ടം പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് ഓവറോൾ ഹൈറ്റ്. അതാണ് ഇപ്പോൾ ടോട്ടൽ ഹൈറ്റ് കൊണ്ട് കിടക്കുന്നത് 49 പോയിന്റ്. നമ്മൾ സെന്റർ ടു സെന്റർ കൊണ്ടുള്ള ഹൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് കൂടിയത് കാണും. ഇപ്പൊ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് 49.069. അതായത് സെന്റർ ടു സെന്റർ ഹൈറ്റ്. ഇവിടുന്ന് 2 ക്യാപ്പ് ഹൈറ്റ് കൂട്ടിയിട്ടില്ല. അപ്പൊ 2 ക്യാപ്പ് ഹൈറ്റും കൂടി കൂട്ടുകയാണെങ്കിൽ ഓവറോൾ കൊടുത്തു വിചാരിക്കുക. കേട്ടോ, അപ്പൊ ഓവറോൾ കൊടുത്തപ്പോഴാണ് ടോട്ടൽ ഹൈറ്റ് 49 വന്നത്. ക്യാപ്പ് ഹൈറ്റ് കൂട്ടാണ്ട്. അതാണ് 2 ടൈപ്പുള്ള ഹൈറ്റ് വ്യത്യാസം. ഇനി ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ, ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഡീഫറൻഷിയേറ്റിന് നമ്മൾ ജസ്റ്റ് എഡ്ജ് ഫേസ് കൂടി ഓൺ ആക്കി കൊടുക്കുക. ഫ്രണ്ട് വ്യൂ കണ്ട, ഇതാണ് നമ്മുടെ ക്യാപ്പും ഈ ഒരു ഫേസും കൂടി കൂടുന്ന ഭാഗം, രണ്ടും തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ഭാഗം. നമ്മളെ ബ്ലെൻഡിന്റെ അവിടെ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആകെ ഒരു ലൈൻ അല്ലോ, സെഗ്മെന്റ് ലൈൻ. ബ്ലെൻഡിന്റെ അവിടെ നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിരിക്കുക. കണ്ട ഇവിടെ എക്സ്ട്രാ ലൈൻ വന്ന് കാണാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ആ ഏരിയ ഒന്ന് കുറച്ച് വ്യത്യാസം വരുത്തണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യിക്കാനുണ്ട്. അതായത് ഈ ക്യാപ്പും ഈ ഒരു സർഫസും തമ്മിലുള്ളത് ആകെ ഒറ്റ ലൈൻ ഉണ്ടാവുമല്ലോ. ആ ലൈന് അവിടെ എക്സ്ട്രാ ലൈൻ വരുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത്നെസ് ആവും. എത്രയാണോ ബ്ലെൻഡ് ചെയ്യുന്നത്, ഇവിടെയും ബ്ലെൻഡ് ആവും, ബോട്ടത്തിലും ബ്ലെൻഡ് ആവും. ഇത് വേണ്ടെന്നെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഏറ്റവും മിനിമം 3 ആണ് എത്ര സൈഡ് വേണ്ടതെന്ന്. മാക്സിമം 200 ആയിരിക്കും. നമുക്കൊരു കുറച്ച് ആവശ്യത്തിനുള്ള സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ് വരുന്നത് കാണാം. നമുക്ക് എത്രയാണ് സെഗ്മെന്റ് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടിച്ചിട്ട് ഫേസ് ഞാൻ ഓഫ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ്, അതായത് ഓയിൽ ടാങ്ക് കാണുന്നത്. ഇനി അത് നമുക്ക് സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ ഈ സൈഡും ഫേസസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാം. സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. നമുക്കത് കട്ട് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര ആംഗിളിലാണോ കട്ട് ചെയ്യേണ്ടത്, സ്ലൈസ് ടു അതിന്റെ ഓപ്ഷനിൽ ഇപ്പോൾ ഹാഫ് ആയിട്ടാണ് മുറിക്കേണ്ടെങ്കിൽ 180 അടിച്ചു കൊടുക്കുക. ഹാഫ് ആയിട്ട് മുറിഞ്ഞു. ഇത് ടോപ്പ് വ്യൂവിൽ ഇട്ട് കൊടുത്താൽ ഹാഫ് ആയിട്ട് മുറിഞ്ഞ് കാണാം. നമുക്ക് ഒരു 135 അടിച്ചു കൊടുത്താൽ 135. ഇപ്പൊ ഇവിടെ നമുക്ക് കൂട്ടാം. എങ്ങനെ വെച്ചാൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറയ്ക്കുമ്പോൾ കുറഞ്ഞു വരുന്നത്. അവിടെ ഒരു കറക്റ്റ് 45 അടിച്ചു കൊടുത്താൽ ഒരു 90 ഡിഗ്രിയുടെ ഇത് കിട്ടും. 90 ഡിഗ്രിയാണ്. പക്ഷെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. കറക്റ്റ് ഇങ്ങനെയല്ല എന്ന് മാത്രം. നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 45ന്റെ അവിടെ ഞാൻ 0 അടിച്ചു കൊടുത്തു. ഇവിടെ 90 അടിച്ചു കൊടുത്തു. ഇത് 90 ആണ്. ഇതേ 90 തന്നെ ഒരു 45 ഡിഗ്രി ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ചാണ് നേരത്തെ കിട്ടിയ ഷേപ്പ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോ 28 ഡിഗ്രി കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്തുള്ള ആംഗിള് എത്രയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഓൾറെഡി വരച്ചതിന് ശേഷം നമ്മൾ നേരെ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പൊ
നമ്മൾ സെലക്ഷൻ ഓപ്ഷൻ പോയി എസ്കേപ്പ് നോക്കി നമ്മൾ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളിവിടെ വരച്ച ഒബ്ജക്റ്റ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കൺ തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണ് മോഡിഫൈ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ടാങ്ക് ഓപ്ഷൻ നമുക്ക് സെലക്ട് ആയിട്ട് ഒരു ബ്ലൂ കളറിൽ വിസിബിൾ ആയിട്ട് കാണും. അതിനുശേഷം അതിന്റെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് മാറ്റേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാവുന്നതാണ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.